പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് ചെറിയൊരു ഔട്ടിംഗ് ആണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള എസ്റ്റേറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളായിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് തേപ്പ് പാറയിലോട്ടാട്ടോ. അപ്പൊ പോകുന്നത് ഞാന്, മാമി, മിന്നുകൂടെ മിന്നുണ്ട്, സുറുമിയുണ്ട്, കിച്ചു, മോസ്. അപ്പൊ മോസിനാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തേപ്പുപാറ എസ്റ്റേറ്റിലോട്ടാണ്. അധിക ദൂരമൊന്നുമില്ല കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന്. കാണാൻ നല്ല ഭംഗിയാണ് അവിടെ. ഞാനും സുറുമയും ഇന്നും ഞങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ബോറടി മാറ്റാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു സ്പോട്ട് തന്നെയായിരുന്നു ഈ ഒരു തേപ്പുപാറ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരും വീട്ടില്ലാത്ത സമയത്ത് ഞങ്ങൾ ചുമ്മാ വണ്ടി എടുത്തിട്ട് അവിടെ പോയി കുറേ സമയം ഞങ്ങൾ ഇരിക്കും. അപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടും. ഞങ്ങൾക്ക് ഒത്തിരി ആയി കേട്ടോ അവിടെ പോയിട്ട്. സുറുമിക്ക് ഇങ്ങനെ വയ്യായതിന് ശേഷം ഞങ്ങളങ്ങനെ പോവലില്ല. അപ്പോൾ അവിടെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് പോയിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് കണ്ടവരൊക്കെ ഇക്കെ ഷിജൊക്കെ പറഞ്ഞ് അവിടെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പോവാമെന്ന് വിചാരിച്ചു. കണ്ടോ ഗൈസ്, ഇവിടെയാണ് SNIT എൻജിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ തേപ്പുപാറ എത്തി കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇച്ചിരിയും കൂടെ മുന്നോട്ട് പോയാൽ മതി. ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒത്തിരി സന്ദർശകർ വരലുണ്ട്. സമീപ പ്രദേശത്തു നിന്നും അല്ലാതെ ഒത്തിരി സ്ഥലത്തു നിന്ന് ഒത്തിരി പേര് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വരുന്നുണ്ട്. ഇവിടുത്തെ പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് ജീവമാതാ കാരുണ്യ ഭവൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എസ്റ്റേറ്റിലോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. കണ്ടോ, കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല ചുറ്റുഭാഗം ഒത്തിരി വനങ്ങളൊക്കെ അല്ലേ. കണ്ടോ, മനസ്സിന് തന്നെ നല്ലൊരു കുളിർമ ഏകുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഗൈസ് ഞങ്ങളങ്ങനെ ചെക്ക് പോസ്റ്റ് കിടക്കാൻ പോവുകയാണ്. കണ്ടോ, വെളിയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാർ നിൽക്കുന്നുണ്ട്. ഈ എസ്റ്റേറ്റിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. നല്ല ഒരു മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുന്നൊരു ഫീൽ നമുക്ക് ഈ യാത്രയിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി കൃഷികൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പ്ലാവ്, അതുപോലെ ഫ്രേഷൻ ഫ്രൂട്ട്, അതേപോലെ റംബൂട്ടാൻ, അങ്ങനെ ഒത്തിരി കൃഷികൾ നമുക്ക് കാണാൻ പറ്റും. മഴയുള്ള ടൈമിൽ നമുക്ക് വൈകിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി മയിലുകളെ നമുക്ക് പീലി വിടർത്തിയിട്ടുള്ള ഒത്തിരി മയിലുകളെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് റംബൂട്ടാൻ കൃഷി കാണാൻ പറ്റും കേട്ടോ. ഏക്കർ കണക്കിൽ വസ്തുവിനകത്ത് റംബൂട്ടാൻ കൃഷി ചെയ്ത് നമുക്ക് കാണാൻ കേട്ടോ. നെറ്റ് ഇങ്ങനെ ഇട്ട് നിർത്തിക്കണം അവർ കേട്ടോ. കണ്ടോ, ഒത്തിരി കണ്ടോ, ആ റെഡ് കളറ് കാണുന്നത് അത് റംബൂട്ടാനാണ്. വിളഞ്ഞ് പാകമായിട്ടുള്ള റംബൂട്ടാൻ്റെ മണ്ടയിൽ നെറ്റ് ഇട്ടിട്ടാണ്. നേരത്തേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഈ റംബൂട്ടാൻ ചെടിയൊക്കെ ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ പന്തലിച്ച് വളർന്ന്. ഇപ്പം ഞങ്ങൾ ഏകദേശം വന്നിട്ട് ഏകദേശം 1 വർഷമായി കാണും ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പോൾ സുറുമിക്ക് വയ്യാതായതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ടങ്ങനെ വരാറില്ലായിരുന്നു. മറ്റത് ഞങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിലൊക്കെ ഞങ്ങൾ ചുമ്മാ വരുമായിരുന്നു. കണ്ടോ ഗൈസ്, ഇതൊക്കെ റംബൂട്ടാൻ. കണ്ടോ, റംബൂട്ടാൻ്റെ മരങ്ങളാണ് കേട്ടോ. ഒക്കെ പഴുത്ത് പാകമായിട്ടുള്ള റംബൂട്ടാൻ എല്ലാം വലയിട്ട് നിർത്തിയിരിക്കുകയാണ്. റംബൂട്ടാൻ കൃഷികളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിനി നേരെ പോകുന്ന കൈതച്ചെടിയുടെ അടുത്തേക്കാണ് കേട്ടോ. കാണാൻ നല്ലൊരു വ്യൂ തന്നെയാണ്. കണ്ടോ, ഒത്തിരി കൈതച്ചെടികൾ റോഡിൻ്റെ 2 സൈഡിലും ഒത്തിരി കൈതച്ചെടി ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ വന്നതല്ലേ, എല്ലാം നമുക്കൊന്ന് ചുറ്റി കണ്ടിട്ട് വരാം. കണ്ടോ, നല്ല അടിപൊളി കൈതച്ചെടി. ഒത്തിരി പേര് കാണാണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പോയപ്പോൾ. ഒത്തിരി സന്ദർശകർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ കൈതച്ചെടി വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അധികമൊന്നും ആയിട്ടില്ല ഇവിടെ ഈ കൃഷി തുടങ്ങിയിട്ട് കൈതച്ചെടി. അപ്പോൾ എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാവ്. കണ്ടോ, ഒത്തിരി പ്ലാവുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു പ്ലാവ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ പ്ലാവിനകത്തൊക്കെ കുഞ്ഞു പ്ലാവിനകത്തൊക്കെ ഒത്തിരി ചക്കകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗേസ് അതിമനോഹരമായിട്ടുള്ള കാഴ്ച. നല്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ 2ാമത്തെ മയിലിനെ കണ്ടിട്ടോ. മിന്നുനാണെങ്കിൽ മയിലിനെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. ഞങ്ങളുടെ കിച്ചുവിൻ്റെ ഫസ്റ്റ് ട്രിപ്പും കൂടിയാണ്. കിച്ചു ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് വിനയായിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നത്. അതിനുശേഷം വണ്ടി ഒതുക്കി നിർത്തിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു.
നല്ലൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശമാണെങ്കിലും ഞങ്ങൾ നല്ല പോലെ ഞങ്ങൾ ആസ്വദിച്ചു. എല്ലാവർക്കും ഈ യാത്ര ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.